ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പണത്തെക്കുറിച്ച് കുറച്ച് വർത്തമാനം പറയാം. അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, പണമില്ലാതിരുന്ന ഞാനും പണം ഒരുപാട് കൈകാര്യം ചെയ്യുന്ന ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം, അതെങ്ങനെയാണ് എൻ്റെ അപ്രോച്ച് മാറ്റിയത് പണത്തോടുള്ള എന്നുള്ളതിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് പണത്തിനോടുള്ള ഒരു കാഴ്ചപ്പാടാണ്. പണത്തിനോടുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പണക്കാരൊക്കെ മോശമാണെന്നാണ് നമ്മളുടെ ഒരു ധാരണ. മോസ്റ്റ്ലി നമ്മളൊക്കെ വിചാരിക്കുന്നു, അവന് പൈസയുണ്ട്, പൈസയുടെ അഹങ്കാരം. അങ്ങനെ നമ്മൾ ഈ പൈസയെ ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഈ കള്ളുകൂടി മോശമാണെന്ന് പറയുന്ന അതേപോലെയാണ് പണക്കാർ മോശക്കാരാണ്, പൈസയുള്ളവർക്ക് അഹങ്കാരമാണ്, പൈസയുള്ളവർ നന്മക്കാരല്ല. അങ്ങനെ പണത്തെപ്പറ്റി മോശം പറയുക എന്ന് പറയുന്നത് പണത്തെ മോശം പറയുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു ബെൻസ് കാറ് പെട്ടി ആട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാവരും ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഈ പെട്ടി ഒരു കാര്യവും തിരക്കില്ല, പെട്ടിയാട്ടയും ബെൻസും. അപ്പോൾ ഓക്കെ, ബെൻസുകാരൻ്റെ കുറ്റമായിരിക്കാം, അവന് പൈസയുള്ളതിൻ്റെ അഹങ്കാരമാണ്, അവൻ എന്തിനാ ഈ വലിയ കാറൊക്കെ എടുത്ത് ഈ പാവപ്പെട്ടവരെ റോഡിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തുടങ്ങി ഒരു മുൻവിധി ഓടുകൂടി, ആ ഒരു പൈസയുണ്ട് എന്നുള്ള മുൻവിധിയോടുകൂടി നമ്മൾ ആ ബെൻസുകാരനെ കുറ്റം ചാർത്താൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പൈസയുള്ളവർ മോശക്കാരാണ്, പൈസയുള്ളവർ അഹങ്കാരികളാണ്, അവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യമുണ്ട് എന്നൊക്കെ നമ്മളിൽ പലരും വിചാരിച്ചു വച്ചിരിക്കുന്നു. അത് ശരിക്കും പൈസയെക്കുറിച്ച് മോശം പറയുന്നതിന് തുല്യമാണ്. ഇപ്പം നമ്മളൊരു കുടിയൻ അയ്യോ കുടിച്ചിട്ട് ബഹളം വെച്ചു എന്ന് പറയുമ്പോൾ, ആ കുടിക്കുന്ന ആ മദ്യത്തിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലേ? ആ മദ്യം മോശമാണ്, അതുകൊണ്ടാണ് അയാൾ കുടിച്ചിട്ട് ബഹളം വയ്ക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ പൈസക്കാരെ കുറിച്ച് പറയുന്നത്. പൈസക്കാർ മോശക്കാരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻ്റർ മീനിങ് എന്നാണ്? പൈസ മോശമാണ് എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പൈസക്കാരെ കുറിച്ച് മോശം പറയാൻ പാടില്ല. അവർ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. പൈസ ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നന്മയും തിന്മയും ഉള്ളതുപോലെയാണ് പൈസക്കാരുടെ ഇടയിൽ നന്മയും തിന്മയും ഉള്ളത്. അല്ലാതെ പൈസ ഉള്ളത് കൊണ്ട് തിന്മ വരുമെന്ന് വിചാരിക്കരുത്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടും, അതുപോലെ തന്നെയാണ് പൈസയെക്കുറിച്ച് കുറ്റം പറയുന്നത്. പൈസ ഒരു എനർജിയാണ്, അപ്പോൾ ആ എനർജിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പൈസക്കാരെ കുറ്റപ്പെടുത്തുകയോ പൈസ ഉള്ളതിൻ്റെ പേരിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരാളുടെ നന്മയും തിന്മയും അനുസരിച്ച് അയാളെ നമുക്ക് നല്ലതെന്നും ചീത്തയെന്നൊക്കെ പറയാം. പക്ഷെ അയാളിൽ പൈസയുണ്ട് എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ മോശക്കാരാണെന്ന് പറയുകയോ മനസ്സിൽ വിചാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവരുടെ അടുക്കലേക്ക് പൈസ വരില്ല. അതൊരു സത്യമായ ഒരു കാര്യമാണ്. ഇനി രണ്ടാമത് ഞാൻ പറയുന്നത്, നമുക്ക് പൈസ ചിലവാക്കാനുള്ള ഒരു മടിയെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ കൊറോണ സമയത്തൊക്കെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ നമ്മളത് എൻജോയ് ചെയ്തു. ഓക്കെ, എല്ലാ വീട്ടുകാരും ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാം, ഉള്ളിൽ ആശങ്കയൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പാനിക്കാകാൻ തുടങ്ങി. കാര്യം നമുക്ക് പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. പഴം വാങ്ങിക്കാൻ പോയവരെ വരെ പോലീസ് പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മൾ ആകെ പാനിക്കാവുന്നു. കാര്യം നമ്മൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ. നമുക്ക് എന്തൊക്കെയുണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട്, ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകാനുള്ള ഒരു വ്യഗ്രതയാണ്. പുറത്തേക്ക് പോകാത്ത വീട്ടമ്മമാർ പോലും പലരും അയ്യോ എങ്ങനെയെങ്കിലും ഓപ്പൺ ആയെങ്കിൽ പുറത്തേക്ക് പോകാമെന്ന്. ഞാനൊക്കെ അന്ന് അധികം പുറത്തിറങ്ങാത്ത ഒരാളായിരുന്നു. കൊറോണ സമയത്തൊക്കെ സ്റ്റിച്ചിങ് ക്ലാസ് വീട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് പോലും വീട്ടിൻ്റെ അകത്ത് തന്നെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് പൈസയ്ക്കും. പൈസ ഒരു എനർജിയാണ്. അപ്പോൾ അതിനെ പിടിച്ചു വച്ചിരിക്കുന്നത് അതിന് ഇഷ്ടമല്ല. അത് എന്ന് പറയുന്നത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ മണി എന്ന് പറയുന്ന എനർജി. അപ്പോൾ അത് ചുറ്റിലും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ എനർജി ഫ്ലോ വരുന്നത്.
അപ്പോൾ അതിനെ ഇങ്ങനെ പിടിച്ച് വെച്ചിരുന്ന എന്ത് സംഭവിക്കും, നമ്മൾ നദിയെ ആറിനെയൊക്കെ പിടിച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അതിനൊരു ചെറിയൊരു ഹോള് കിട്ടിയാൽ തന്നെ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്നതാണില്ലേ എന്ന് പറയുന്ന പോലെ പൈസയെ നമ്മൾ പിടിച്ചു വെച്ചിരുന്നാൽ അതിനെന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ അതെല്ലാം കൂടി നമ്മളുടെ കൈവശത്തുള്ളതും കൂടെ ചേർത്ത് കൊണ്ടങ്ങ് പോവും, ചിലവാക്കി പോകുന്ന ഒരു പ്രവണത ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പൈസ ഒരിക്കലും നമ്മൾ ചിലവാക്കാതെ മടി പിടിച്ച് വെച്ചിരിക്കരുത്. നമ്മൾ ചിലവാക്കും തോറും നമുക്ക് പൈസ വരും. ഞാൻ പഠിച്ചൊരു പാഠമാണത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് വരുന്ന തുച്ഛമായ പൈസ അതിൽ നിന്ന് നമ്മൾ വളരെ സൂക്ഷിച്ച് ചിലവാക്കുക, അതിനെ പിടിച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിനെ എന്ന് ഞാൻ സ്വതന്ത്രമാക്കാൻ തുടങ്ങിയോ, ഞാൻ എങ്ങനെ ചിലവാക്കാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടേയില്ല. നമ്മൾ പൈസയെ പിടിച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെയാണ് പൈസയെക്കുറിച്ചുള്ള ചില അന്ധവിശ്വാസങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചൊവ്വയും വെള്ളിയും ഒന്നും ആർക്കും പൈസ കൊടുക്കൂല, അങ്ങനെ പൈസ കൊടുത്താൽ നമ്മളെ പൈസ വരില്ല എന്നുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പൈസ വന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു അന്ധവിശ്വാസവും ഇല്ല. ഏത് ദിവസം പൈസ കൊടുത്താലും പൈസ വരും എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയെടുത്ത ഒരു സത്യമായ കാര്യമാണ്. ഞാനിപ്പോൾ വെള്ളിയും നോക്കാറില്ല, ചൊവ്വയും നോക്കാറില്ല. പണ്ട് ഞാൻ വെള്ളി നോക്കും, ചൊവ്വ നോക്കും. 1-ാം തീയതി പൈസ കൊടുക്കൂല ആർക്കും. 1-ാം തീയതി കൊടുത്താൽ ആ മാസം മുഴുവൻ പൈസ ചിലവാകും എന്നാണ് കണക്ക്. അതുപോലെ പുതിയ വർഷം തുടങ്ങുമ്പോൾ, അത് മലയാള മാസമായാലും ഇംഗ്ലീഷ് മാസമായാലും പുതിയ വർഷം തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം പൈസ ചിലവാക്കില്ല. അങ്ങനെയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ പൈസ പെട്ടെന്ന് തീർന്നു പോകും, അല്ലെങ്കിൽ ആ മാസം മുഴുവൻ നമുക്ക് ചിലവ് വരും എന്നൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ എനിക്ക് ധാരാളമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ അന്ധവിശ്വാസം ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൈവശം ചിലവാക്കാൻ പൈസയും ഇല്ലായിരുന്നു. ഇപ്പോൾ ആ അന്ധവിശ്വാസമൊക്കെ മാറിയപ്പോൾ എനിക്ക് പൈസ വരുന്നുണ്ട്. അപ്പോൾ അന്ധവിശ്വാസങ്ങളൊന്നും പണത്തെക്കുറിച്ച് വെച്ച് പുലർത്താതിരിക്കുക, അത് നമ്മളുടെ മണി ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇനി നമ്മളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പൈസ നമ്മളെ ഇഷ്ടപ്പെടുന്നതിനുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ സ്പീഡായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ്. മണി അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. പെട്ടെന്ന് തന്നെ ഒരു ആശയം നടപ്പിലാക്കുന്നവരെ പൈസ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും പൈസയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നത്, പൈസ എന്നെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം എനിക്ക് നല്ല സ്പീഡാണ്. സ്പീഡ് ഇൻ ദ സെൻസ്, ഞാൻ ഒരു ആശയം എൻ്റെ മനസ്സിലേക്ക് വന്ന് അത് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഞാനത് നടപ്പിലാക്കും. അത്ര ഫാസ്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിങ്ങനെ യൂട്യൂബിൽ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയ സമയത്ത് തന്നെ എന്നെ ഒത്തിരി പേര് വിളിക്കുമായിരുന്നു. ഞാൻ ഫോൺ നമ്പറൊക്കെ എൻ്റെത് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ഫോൺ നമ്പറൊക്കെ എല്ലായിടത്തും പബ്ലിഷ്ഡ് ആയതുകൊണ്ട് തന്നെ എന്നെ ഒത്തിരി പേര് കോൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചു, ടീച്ചർ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒത്തിരി പേര് എന്നെ ഇങ്ങനെ വിളിച്ചു. അന്ന് വരെ അപ്പോൾ പോലും എനിക്ക് ഇല്ല, ഒരിക്കലും ഞാൻ ഇതിൻ്റെ ക്ലാസ് ഒന്നും വെക്കില്ല, അല്ലെങ്കിൽ ഇത് സംബന്ധമായിട്ട് ഒന്നും ഞാൻ ചെയ്യില്ല. കാര്യം എനിക്ക് സമയമില്ല. ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ്സിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ സംശയങ്ങൾ തീർക്കണം, അവർക്ക് ക്ലാസ് ഇട്ട് കൊടുക്കണം. അത് തന്നെ ഞാൻ വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരിക്കലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സെഷനോ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു ആശയം തോന്നി, എന്തുകൊണ്ട് ക്ലാസ്സായിട്ട് എടുക്കണ്ട, ഇവരെല്ലാം കൂടി. കാര്യം ഒത്തിരി പേര് വിളിക്കുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവർക്കും ഒരുവിധ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇവരൊന്നും ഇവരുടെ ലൈഫിൽ ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. ഇവർക്ക് അറിവുകളുണ്ട്, പക്ഷേ ഈ അറിവ് വെച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഉപയോഗവും ഇല്ല. അറിവ് നടപ്പിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ അറിവ് കൊണ്ട് ഉപയോഗം വരുന്നുള്ളൂ. അങ്ങനെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ശരി, അതിനുള്ള ആപ്റ്റായിട്ടുള്ള ഒരാൾ ഞാനാണ്. ഞാൻ കൃത്യമായിട്ട് എന്തൊരറിവ് കിട്ടിയാലും ഉടനെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് ഇവരെ ഗൈഡ് ചെയ്തുകൂടാ, ഒരു പ്രാക്ടിക്കൽ സെഷൻ പോലെ കൊടുത്തിട്ട്. ഞാനൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫ്രീ ഗ്രൂപ്പിൽ നമ്മൾ ഇനിഷ്യേറ്റ് എടുത്ത് ചെയ്യാൻ നമുക്ക് സമയമില്ല, എനിക്ക് സമയമില്ല എന്നിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ചെറിയൊരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ഇവരെന്തുകൊണ്ട് ഗൈഡ് ചെയ്തുവിടാം. അപ്പോൾ അതെൻ്റെ ഒരു തൊഴിലാവുകയും ചെയ്യും, എനിക്ക് കുറച്ച് പൈസയുടെ വരുമാനം വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് സ്വാഭാവികമായിട്ട് അതിൽ
കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചതിൻ്റെ അന്ന് തന്നെ ഞാൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ കുട്ടികൾ വിളിക്കുന്നു, ഓക്കെ നെക്സ്റ്റ് വീക്ക് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ബാച്ച് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്തു. 300 അഡ്മിഷൻ ആയപ്പോൾ ഞാൻ അഡ്മിഷൻ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ബാച്ച് 15-ാം തീയതി തുടങ്ങുന്നു. 15-ാം തീയതി മോർണിംഗ് ബാച്ചാണ്. രാവിലെ 11 മണി തൊട്ട് 12 മണി വരെയാണ്. ആഴ്ചയിൽ 3 ലൈവ് സെഷൻസ് ആണ്, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. ഈ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കുട്ടികൾക്ക് വർക്കുകൾ കൊടുക്കുകയും അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയും അവർ വർക്ക് ചെയ്തിടുകയും, അപ്പോൾ ഒരു കൂട്ടായ്മ, ഒരു ഹാപ്പി കൂട്ടായ്മ. അതിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. എല്ലാ ദിവസവും അവരുടെ ഹാപ്പിനെസ് ചെറുതായാലും വലുതായാലും ഷെയർ ചെയ്യും. അവരുടെ മോർണിംഗ് റുട്ടീൻ ഉണ്ടാകും, ഈവനിങ്ങിൽ അവരെന്തൊക്കെ ചെയ്യണമെന്നുണ്ടാകും, ഇടയിലുള്ള ടൈമിൽ അവരെന്തൊക്കെ ചെയ്യണമെന്നുണ്ടാകും. അങ്ങനെ അവരെ ഒന്ന് ജസ്റ്റ് ഗൈഡ് ചെയ്യുക എന്നുള്ള വെറും 500 രൂപ ഫീസിൽ ഒരു മാസം അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്യമം ഞാൻ പെട്ടെന്ന് ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ തന്നെ കണക്ക് കൂട്ടി നോക്കിയോ എനിക്ക് എത്ര രൂപയുടെ ലാഭം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ വളരെ സ്പീഡായിട്ട് ഒരു ആശയം കിട്ടിയിട്ട് ഞാൻ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഇതെങ്ങനെ ഇതിനെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഞാൻ എൻ്റെ അറിവുകൾ വെച്ചിട്ട് മാക്സിമം ഇവർക്ക് എന്താണോ ആവശ്യം ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് കൊടുക്കുന്നത്. കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പ്രാക്ടീസിങ് സെഷൻസും മറ്റു കാര്യങ്ങളും കൊടുത്താണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. ഈ 300 പേരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഞാൻ എൻ്റെ സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിങ്ങനെ കുട്ടികളെ ഗൈഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഞാൻ ആ ഒരു ആശയം നടപ്പിലാക്കിയത് അല്ലേ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എൻ്റെ മക്കളും എൻ്റെ സ്റ്റാഫും മറ്റുള്ളവരൊക്കെ ചോദിച്ചു, ഇത് എത്ര പെട്ടെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി അവരെന്നോട് പറയുന്നുണ്ടായിരുന്നു, ഒരു ക്ലാസ്സായിട്ട് എടുത്തൂടെ, വെറുതെ എന്തിനാ ഫ്രീ ക്ലാസ് കൊടുക്കാൻ നിൽക്കുന്നത്, ഒരു ക്ലാസ്സായിട്ട് എടുത്താൽ ഇതിനൊക്കെ നല്ല മാർക്കറ്റുള്ളതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട്, ഇനി അടുത്തൊരു ക്ലാസ്സും കൂടെ എടുക്കാൻ എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ മനസ്സിൽ ആ ആശയം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പം സ്പീഡ് പൈസയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു ആശയം മനസ്സിൽ നമുക്ക് കിട്ടി, നമ്മൾ ആ ആശയത്തിനെ വളർത്തി അതിനെ നമ്മൾ തേനും പാലും കൊടുത്ത് മനസ്സിലിട്ട് വളർത്തിയിട്ടു എന്ന് പറഞ്ഞ് നമുക്ക് യാതൊരുവിധ ഉപയോഗവും ഇല്ല. നമ്മളത് എന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അന്നേ നമ്മളുടെ അടുത്തേക്ക് പൈസ വരുവുള്ളൂ അല്ലേ. അല്ലാതെ നമുക്ക് ഞാൻ ഈ ക്ലാസ് തുടങ്ങണോ വേണ്ടയോ, തുടങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ വരില്ല. അപ്പോൾ പൈസയ്ക്ക് എപ്പോഴും ഇഷ്ടം സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരെ, വളരെ പെട്ടെന്ന് ആശയങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരെ. ബിസിനസ്സുകാരിലൊക്കെ അങ്ങനെയാണല്ലോ, അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പൈസ റൊട്ടേറ്റ് ചെയ്യാൻ കിട്ടുകയും അവരത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ സ്ലോ ആയിട്ട് ബിസിനസ് റൺ ചെയ്യുന്നവർ സ്ലോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പം പണം എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയാണ്. അല്ലാതെ സ്ലോയിൽ മണി ഫാസ്റ്റ് എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൂടെ ആയിരിക്കും മണിക്ക് ചാനലൈസ് ചെയ്യാൻ ഇഷ്ടം. മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്, അതൊരു ചാനലായിട്ട് നമ്മളിൽ എത്തുന്നതാണ്. കാരണം നമ്മളിലൂടെ അടുത്ത് പോകണം എന്നുള്ളത്, റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഫാസ്റ്റായിട്ടുള്ളവരുടെ ആൾക്കാരിലേക്ക് പെട്ടെന്ന് അതെത്തും. കാര്യം അതിന് പെട്ടെന്ന് മൂവ് ചെയ്യാമല്ലോ, ആ ഒരു രീതിയിൽ. അപ്പം പണം സ്പീഡിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഫാക്ടർ. ഇനി അടുത്ത് പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം പണം എപ്പോഴും റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ പൈസയെ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കും, റെസ്പെക്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നോട്ട് വലിച്ചെറിയുന്നവരെ കാണാറില്ല. അതുപോലെ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് പൈസയൊക്കെ മുഖത്തൂടെ വലിച്ചെറിയുന്ന, അതൊക്കെ പൈസയെ റെസ്പെക്റ്റ് ചെയ്യാത്തതാണ്. ഇനി അല്ലാതെ നമ്മൾ പൈസയെ റെസ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു പൈസ കൊടുത്ത് നമ്മളൊരു സാധനം വാങ്ങിയാൽ ആ സാധനത്തിനെ മോശം പറയുക എന്ന് പറയുന്നത് പൈസയെ മോശം പറയുന്നതിന് തുല്യമാണ്. നമ്മൾ എന്താ ചെയ്യുക, എപ്പോഴും
എപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ചൂസ് ചെയ്യും. അങ്ങനെ വാങ്ങിച്ചിട്ട് അയ്യോ ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല, അയ്യോ ഇത് മോശമാണ്, ഇത് കൊള്ളില്ല എന്ന് പറയുന്നത് അത് കൊടുത്ത് വാങ്ങിയ പൈസയെ മോശം പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനങ്ങളെയും മോശമായിട്ട്, നമ്മൾ നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനങ്ങളെയോ ഒരു കാര്യത്തിനെയും മോശം പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവ് അത് പറയുമ്പോൾ അത് പൈസയെ നെഗറ്റീവ് പറയുന്നതിന് തുല്യമായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നമില്ല. കാര്യം നമ്മൾ വാങ്ങുന്ന സാധനം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് ആ പൈസയുടെ മൂല്യമേ ഉണ്ടാകുള്ളൂ. നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങുന്നതോ 1000 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങുന്നതും തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം 100 രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് 100 രൂപയുടെ ക്വാളിറ്റിയേ ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ 100 രൂപയുടെ സാധനത്തിന് 1000 രൂപയുടെ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പൈസയ്ക്ക് മൂല്യം നമ്മൾ കൽപ്പിക്കേണ്ടത് 100 രൂപയുടെ സാധനത്തിന് 100 രൂപയുടെ മൂല്യമാണ് കൽപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പൈസയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നമ്മളെ അടുത്തേക്ക് വരാൻ മടിക്കും. ഇൻഡയറക്റ്റായിട്ട് നമ്മൾ പൈസയാണ് കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ഒരു ഫോൺ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കും, അത് കഴിയുമ്പോൾ ഫോൺ കേടാകുമ്പോൾ ഫോണിനെ നിരന്തരം കുറ്റം പറയും. ഈ ഫോൺ വർക്ക് ചെയ്യുന്നില്ല, ഈ ഫോൺ സ്റ്റക്കായി, ഈ ഫോൺ അങ്ങനെയായി. നമുക്കിപ്പോൾ ഒരു സാംസങ് ഫോണും ഒരു ഐഫോണും ഒരു ഒപ്പോയും എല്ലാം തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പൈസയുടെ മൂല്യത്തിനനുസരിച്ചുള്ള സാധനമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതിന് ശേഷം ആ പ്രോഡക്റ്റിനെ കുറ്റം പറയുന്നത് ആ പ്രോഡക്റ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ പൈസയെ നമ്മൾ കുറ്റം പറയുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതൊരു സത്യമായ ഒരു കാര്യമാണ്. കാര്യം നമ്മൾ വലിയ വലിയ പണക്കാരെയൊക്കെ എന്തുകൊണ്ടാണ് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആ പൈസയ്ക്ക് ആ ഒരു മൂല്യം കൽപ്പിക്കും. അപ്പോൾ അവർ മോശ സാധനങ്ങൾ വാങ്ങി പൈസയെ കുറ്റപ്പെടുത്താൻ അവർ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അവർ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം ചൂസ് ചെയ്ത് വാങ്ങി ഉപയോഗിക്കുന്നതും അവർക്ക് അതുകൊണ്ട് പൈസയെ കുറ്റം പറയേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പൈസ കുറഞ്ഞ സാധനം നോക്കി എപ്പോഴും സെലക്ട് ചെയ്ത് വാങ്ങുമ്പോൾ നമുക്കതിന്മേൽ എപ്പോഴും കുറ്റങ്ങൾ കാണാനും എപ്പോഴും അതിനെക്കുറിച്ച് പരിതപിച്ചുകൊണ്ടേയിരിക്കുകയും നമ്മൾ ചെയ്യും. അങ്ങനെ വരുമ്പോഴും പൈസ നമ്മുടെ അടുക്കേക്ക് വരാനായിട്ട് മടിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ. കാര്യം ഞാനിപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു, നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കൂ. ഇതൊക്കെ ഞാനുമായിട്ട് പൈസയ്ക്കുള്ള ബന്ധമാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ ബന്ധങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ലെങ്തി വീഡിയോ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയില്ല, എനിക്ക് 2 വീഡിയോ ആകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാലൻസ് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പൈസയോട് നമ്മൾ എങ്ങനെ പൈസയെ നമ്മൾ സ്നേഹത്തോടെ നോക്കുന്നു, അത്രയും സ്നേഹത്തോടെ പൈസയെ നമ്മളെ സ്നേഹിക്കും. കാര്യം പണമെന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ആ പൈസ നമുക്കില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഒരു പനിക്കില്ല പൈസ എന്ന് പറയും. നമ്മളെയൊക്കെ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, ഒരു ഊമ പനിക്ക് വരില്ല പൈസ എന്ന് പറയും. പക്ഷേ ഒരു ഊമ പനി വന്നാൽ പൈസ ഇല്ലാതെ ആശുപത്രി പോകാൻ പറ്റുമോ? ഈ ഊമ പനി വന്നാൽ ട്രീറ്റ് ചെയ്യാൻ പൈസ വേണ്ടേ? അപ്പോൾ അങ്ങനത്തെ പഴഞ്ചൊല്ലുകളൊക്കെ ഭയങ്കര മോശമാണ്. നമ്മൾ കുഞ്ഞിലേ കേട്ട് പഠിച്ച, ഞാൻ കുഞ്ഞിലേ കേട്ട് പഠിച്ച ഒരു പഴഞ്ചൊല്ലാണ് ഒരു ഊമ പനിക്കില്ല പൈസ എന്നുള്ളത്. ശരിയായിരിക്കാം, പൈസ കൊണ്ട് എല്ലാം നേടാനൊന്നും സാധിക്കില്ല. പക്ഷേ നേടാൻ പറ്റുന്ന 90% കാര്യങ്ങളുണ്ട്. ഒരു 10% കാര്യമൊക്കെ പൈസ കൊണ്ട് നേടാൻ പറ്റില്ല. അതിപ്പം എന്ത് വിചാരിച്ചാലും നേടാൻ പറ്റില്ല. ദൈവം ആയുസ് തരുന്നത് വരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതൊന്നും നമുക്ക് പൈസ കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് ആർക്കും ഒന്നും കൊണ്ടും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് പൈസയ്ക്ക് അപ്പുറം എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പൈസ കൊണ്ട് നേടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.